ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാംബതയേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എനിക്ക് നല്ല പനിയും ചുമയൊക്കെയാണ് മക്കളെ. എന്നാലും എത്ര ദിവസം ചെല്ലിയ എന്തെങ്കിലുമൊക്കെ ഒക്കെ നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാം എന്ന് കരുതുന്നു. അത്ര തന്നെ. രാമായണം നമുക്ക് വായിക്കാം. എന്തും എല്ലാം എൻ്റെ മക്കളല്ലേ ഇതൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. എല്ലാവരും ആരുമല്ലല്ലോ, എല്ലാം എൻ്റേതായ പരമാത്മാവിൻ്റെ മക്കൾ എൻ്റെ മക്കളാണല്ലോ. തത്വമസിയാണല്ലോ നമ്മളെല്ലാവരും. അത് ഞാനാകുന്നല്ലോ. അപ്പോൾ എന്താ, ലോകത്തുള്ള സർവ്വ സൃഷ്ടികളും പരമാത്മാവേ ഉള്ളൂ, മറ്റൊന്നും കാണുവാനില്ല. ഈ ലോകത്ത് കാണുന്നതെല്ലാം നാം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്തിനാ ദേഹാഭിമാനമൊക്കെ നോക്കുന്നത്? മുഖമൊക്കെ ഇങ്ങനെ പിറം കഴുകുന്നേ ഉള്ളൂ, തലയൊന്നും കുളിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയാലും ഇതെല്ലാം കാണാനും കേൾക്കാനെല്ലാം നമ്മുടെ എല്ലാം മക്കൾ തന്നെ ആണല്ലോ. അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒക്കുന്നതൊക്കെ ചെയ്യാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. ആർക്കെങ്കിലൊക്കെ അത്യാവശ്യമുള്ളവരൊന്ന് വായിച്ചോട്ടെന്ന് കരുതി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്നാൽ ഒക്കുന്നത് പോലെ അത് ചെയ്യുന്നു. അതിന് എൻ്റെ ദേഹത്തെ നോക്കാറില്ല. അല്പമൊക്കെ ആവുന്നെങ്കിൽ ചെയ്യും, തീരെ വയ്യെങ്കിൽ അങ്ങ് കിടക്കും. അതുകൊണ്ട് നമുക്ക് രാമായണം വായിക്കാം. കഴിഞ്ഞ പ്രാവശ്യം എന്താ വായിച്ചതെന്ന് ഓർമ്മ പോലും ഇല്ല എനിക്ക്. നമുക്ക് നോക്കാം. നമ്മൾ വായിച്ചത് ഭഗവാൻ, അതായത് വാൽമീകി സപ്തർഷികളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ചെന്നപ്പോൾ പാപമല്ലേ ഇതൊക്കെ ചെയ്യുമെന്ന് അവർ പറഞ്ഞു കൊടുത്തു. ഈ പാപമെല്ലാം ഇതുകൊണ്ട് കൊടുക്കുന്ന ആ ഭാര്യയും മക്കളും കൂടെ ഈ പാപം കൂടെ അനുഭവിക്കുമോ എന്ന് ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അനുസരണയോടുകൂടി തന്നെ അന്ന് വാൽമീകി ആയിട്ടില്ല. അദ്ദേഹം പോയി ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞെന്താ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കുന്നതേ ഒരു അവരവർ ചെയ്യുന്ന കർമ്മഫലം അവരവർ തന്നെ അനുഭവിക്കണം. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാത്തിൽ നിന്നും വിരമിച്ചു. കാരണം ഈ ലോക ചിന്തയിൽ നിന്നെല്ലാം വിരമിച്ചിട്ട് ദുഃഖത്തോടുകൂടി വന്നു. ഈ സപ്തർഷികളെ അടുക്കലേക്ക് വന്നു. പോയി വരുവോളം അവരോട് നിന്നോളാം എന്ന് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം തിരിച്ചു വന്നു. സപ്തർഷികളെ കണ്ട് സാഷ്ടാംഗം വീണു, ദുഃഖത്തോടുകൂടി പറഞ്ഞു, രക്ഷിക്കണമേ എന്ന്. അപ്പോൾ രക്ഷിച്ചു കൊള്ളണമേ ശരണാഗത രക്ഷണം. ഒരു മഹാത്മാക്കളുടെ മുമ്പിൽ ശരണാഗതി അടഞ്ഞാൽ എത്ര ദുഷ്ടനാണെങ്കിലും രക്ഷിച്ചേ പറ്റൂ. യഥാർത്ഥ സജ്ജനങ്ങൾ അങ്ങനെയാണ്. അവിടെ പിന്നെ ഒന്നും നോക്കൂല, ദുഷ്ടനാണെന്നോ ഒന്നും ചിന്തിക്കേ, എന്നെ രക്ഷിക്കണമേ എന്ന്. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണല്ലോ ഇത്രയൊക്കെ സംഭവിച്ചത്. അവർ പറഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയല്ലോ. ചെന്ന് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു, അവരവർ ചെയ്യുന്ന കർമ്മഫലം അവരവർ തന്നെ അനുഭവിച്ചേ പറ്റൂ, അത് ഏറ്റുവാങ്ങാൻ അവർക്ക് പറ്റുകയില്ല. അപ്പോൾ ഇദ്ദേഹം മനസ്സിലാക്കി, ഇത്രയും ദുഷ്കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ പാപം ഒരുപാട് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അവരൊന്ന് സപ്തർഷികളോട്, 7 മുനിമാരാണ് സപ്തർഷികൾ, സപ്തമ 7. അങ്ങനെ അപ്പോൾ അവർ ചിന്തിച്ചു, രക്ഷണം ഭൂഷണമല്ലോ മഹാത്മാക്കൾക്ക് രക്ഷിക്കുക എന്ന് വന്ന് ആര് പറഞ്ഞാലും അത് ഭൂഷണമാണ്, അവർക്ക് സന്തോഷമാണ്, ആനന്ദമാണ്. ആർക്കായാലും അതങ്ങനെയാ. നമുക്ക് ഒരു വഴി തെറ്റി പോകുന്ന ഒരാൾ നന്നാവണമെന്ന് ചിന്തിച്ച് എന്തൊരു ആനന്ദം ഒരു സജ്ജനത്തിന്. മറ്റുള്ളവരുടെ കാര്യമല്ല പറഞ്ഞത്, ഒരു യഥാർത്ഥ ഒരു മഹാത്മാവിന് അത് ഭൂഷണമാണ്, സന്തോഷകരമായിട്ട് അവർ രക്ഷിക്കും. അതങ്ങനെയാത്. അതുകൊണ്ട് സ്പഷ്ടം ഇത്യുക്ത പതിതം പദാന്തികെ, പാദങ്ങളിൽ വീണ ആ വാൽമീകിയെ ദൃഷ്ട്വാ മുനിവരന്മാർ അരുൾ ചെയ്തു. കണ്ടുകൊണ്ട് പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ, അത് കണ്ടപ്പോൾ മുനിമാരെന്താ പറഞ്ഞേ, ഉത്തിഷ്ഠ ഭദ്ര ഉത്തിഷ്ഠതേ സന്തതം സ്വസ്തിസ്തു ചിത്തശുദ്ധി സദൈവാസ്തു മേ. എഴുന്നേൽക്കുക മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. എത്രമാത്രം സന്തോഷം ആ ഭക്തൻ മുനിമാർക്ക്. സദ്യ ഫലം വരും സജ്ജന സംഗമാത് വിദ്വജ്ജനാനാ മഹത്വം ഏതാദൃശം. അങ്ങനെ സജ്ജന സംഗമം കൊണ്ട് വിദ്വജ്ജനാനാം മഹത്വം ഏതാദൃശം, ഇന്നു തന്നെ തരുന്നുണ്ടൊരു ഉപദേശം, എന്നാൽ നിനക്ക് അതിനാലേ ഗതി വരും.
അങ്ങനെ പറഞ്ഞപ്പോൾ ഈ വിദ്വജനാനം ഇതിൻ്റെ സദ്യഫലം വരും, നിനക്ക് മംഗളം ഭവിക്കട്ടെ. സജ്ജന സംഗമം കൊണ്ട് ഇവിടെ സപ്തർഷികൾ ആരാ? മഹാത്മാക്കളാണ്. അവരുടെ സംഗമം കൂടിക്കാഴ്ച കൊണ്ട് അവർ നല്ല കാര്യങ്ങളല്ലേ പറഞ്ഞു കൊടുക്കൂ, വേണ്ടാത്തത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കൂ. ദുഷ്ടകർമ്മങ്ങൾ മാറ്റുക, നിനക്ക് പാപമാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കേട്ടല്ലോ. അപ്പോൾ അങ്ങനെ വിദ്വജ്ജനാനാം, ഈ വിദ്വജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട് നിനക്ക് മഹത്വം ഏതാദൃശം ഇന്ന് തന്നെ, അതുകൊണ്ട് എന്ത് വന്നു തരുന്നു, ഞങ്ങളൊരു ഉപദേശം നിനക്ക് തരാം. എന്നാൽ നിനക്ക് അതിനാലേ ഗതി വരും. അതുകൊണ്ട് നിനക്ക് നല്ല വഴി, ഗതി, നിന്റെ മാർഗം, നിനക്ക് നന്മയുണ്ടാകും. അന്യോന്യ ആലോകനം ചെയ്തു മാനസേ ധന്യ തപോധനന്മാരും വിചാരിച്ചു, ദുർവൃത്തനേറ്റം ദ്വിജാധമനാം ഇവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും അവർ ചിന്തിച്ചു. അന്യോന്യ ആലോകനം ചെയ്ത് അവരുടെ മനസ്സുകൊണ്ട് 7 പേരോടെ ചിന്തിച്ചു. സപ്തർഷികളെല്ലാം കൂടെ ചിന്തിച്ചു. എന്താണ്? തന്നെ തപോധന്മാർ വെച്ചാൽ ഈ 7 മുനിമാർ വിചാരിച്ചു, ദുർവർത്തന ഏറ്റവും ദുഷ്ടകർമ്മം ചെയ്തവനാണ്. ദ്വിജ അധമന, ഇവൻ ബ്രാഹ്മണന്മാർക്ക് അധമനാണ്, ആരും അവനെ ഇഷ്ടപ്പെടത്തില്ല. കാരണം അത് ദുഷ്ടജനമായിപ്പോയി. സൽക്കർമ്മം ചെയ്യുന്നവരാരും തന്നെ ബ്രാഹ്മണരാരും ഇവനെ അംഗീകരിക്കത്തില്ല, അവരെ കൂടെ ചേർക്കത്തില്ല. ദുഷ്ടനല്ലേ, അധമനല്ലേ. അതുകൊണ്ട് ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും, ദിവ്യന്മാരവനെ ഉപേക്ഷിച്ചെന്നാകിലും രക്ഷേതി ശരണം ഗമിച്ചവൻ എന്നെ രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് കാൽക്കൽ വീണില്ലേ. അതുകൊണ്ട് രക്ഷേതി ശരണം ഗമിച്ച അങ്ങനെ എന്നെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചത് കൊണ്ട് രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപി വാ മോക്ഷമാർഗോ ഉപദേശനെ രക്ഷിക്കണം. അതുകൊണ്ട് ഇവന് നന്മ പറഞ്ഞു കൊടുത്തവനെ രക്ഷിക്കണം, അവന് മോക്ഷമാർഗം പറഞ്ഞു കൊടുക്കണം എന്ന് സപ്തർഷികൾ വിചാരിച്ചു. ദുഷ്ടനാണെങ്കിലും ഇവൻ ദ്വിജന്മാർക്ക് ബ്രാഹ്മണന്മാർക്ക് അധമനാണ്. അവൻ ആരോ സജ്ജന സംഘമായിട്ട് യാതൊരു ടച്ചുമില്ല, അവൻ അത്രമാത്രം പാപിയാണ്. എന്നാലും രക്ഷിക്കണമേ എന്ന് അവൻ അത്രമാത്രം ശരണം അടഞ്ഞപ്പോൾ നമുക്ക് അവൻ്റെ മുക്തിമാർഗം ഉപദേശിക്കണം എന്ന് അവർ 7 പേരും കൂടെ ചിന്തിച്ചു. അതുകൊണ്ട് രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോപിവ മോക്ഷമാർഗോ ഉപദേശന രക്ഷിക്കണം. നല്ല മാർഗം എന്താ? മോക്ഷമാർഗമാണല്ലോ മുക്തിമാർഗം, മുക്തിക്കുള്ള വഴി, മോക്ഷത്തിനുള്ള വഴി ഇവന് ഉപദേശിക്കണം, അങ്ങനെ രക്ഷിച്ചെടുക്കണം. സാക്ഷാൽ പരബ്രഹ്മ ബോധപ്രധാനേന ഇഥ ഉക്വാ രാമനാമ വർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ നിത്യം മരാമരേത്യവം ജപിക്ക. നീ ഇങ്ങനെ മരാന്ന് ജപിക്ക, നിനക്ക് മോക്ഷമാർഗം ഞങ്ങൾ ഉപദേശിച്ചു തരാം, നീ അത് ചൊല്ലിക്കൊണ്ടിരിക്കണം. ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട് അനാരതം, നിന്റെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് വേണം മരാമരാന്ന് ജപിക്കാൻ. മരാമരേത്യവം ജപിക്ക നീ എന്ന് മാമുനിമാര് മോക്ഷമാർഗത്തിലേക്കുള്ള ആ വഴി ആണ് ഈ രാമ എന്നുള്ള മന്ത്രം. മാറി ഇരുട്ട് മാറി അവിടെ പ്രകാശം ഉണ്ടാക്കുന്ന ആ ഒരു മന്ത്രമാണ് ഇരുട്ട്. അപ്പോൾ രാമ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടാകും. ഈ ദുഷ്കർമ്മങ്ങളെല്ലാം ചെയ്തു പോയതെല്ലാം അതിൽ നിന്നെല്ലാം മോക്ഷം കിട്ടാൻ അത്രമാത്രമാണ് പ്രകാശം ഉണ്ടാകുന്നത്. പ്രകാശമാണല്ലോ ഈശ്വരനുള്ളിൽ വച്ചാൽ പിന്നെ പാപം ഇല്ലല്ലോ. പാപം എന്ത് ചെയ്താലും പരമാത്മാവ് ഉള്ളിൽ വന്നാൽ പിന്നെ അവിടെ പാപം ഉണ്ടാവത്തില്ല. പാപം പോയിട്ടാണ് ഉള്ളിൽ പ്രകാശം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല. ഈ രാമമന്ത്രം ജപിച്ച് വരുമ്പോൾ പ്രകാശം ഉണ്ടാകും, ഈശ്വരൻ വസിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് മോക്ഷമാർഗത്തിലേക്ക് പോകാമെന്ന് മാമുനിമാർ വിചാരിച്ചു അനുഗ്രഹം കൊടുക്കുന്നതാണ്. വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ നിത്യം മരാമരേത്യവം ജപിക്ക നീ ചിത്തം ഏകാഗ്രമാക്കിക്കൊണ്ട് അനാരതം, നിന്റെ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് നീ ഇങ്ങനെ ജപിക്കണം. ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും ഇങ്ങനെ തന്നെ ജപിച്ചിരുന്നേടുന്നു, ഞങ്ങൾ പോയിട്ട് വരുവോളവും നീ ഇങ്ങനെ തന്നെ ഇവിടെ തന്നെ ഏകാഗ്രമാക്കിയിരുന്ന് ഇത് ചൊല്ലണം. ഞങ്ങൾ എന്നാണ് തിരിച്ചു വരുന്നത് ആ തിരിച്ചു വരുവോളം നീ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളണം. അങ്ങനെ പറഞ്ഞു. ഇത്തം അനുഗ്രഹം ദത്വ മുനീന്ദ്രന്മാർ സത്വരം ദിവ്യപഥാഗമിച്ചിടിനാർ. അങ്ങനെ അവർ പറഞ്ഞ് അനുഗ്രഹം കൊണ്ട് സപ്തർഷികൾ പോയി ദിവ്യപഥാഗമിച്ചിടിനാർ. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്തിയ സഹസ്രയുഗം കഴിവോളം ഈ കാട്ടളനായ ഈ വാൽമീകി, പിന്നെ പുറ്റായ ശേഷം വാൽമീകി എന്നുള്ള പേര് വന്നത്. അതിനുമുമ്പ് അദ്ദേഹം രത്നാകരനോ കണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ ആ മഹാത്മാക്കളായ സപ്തർഷികൾ വരുവോളവും അദ്ദേഹം അങ്ങനെ രാമ എന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പറഞ്ഞത്. പിന്നെ അത് പറഞ്ഞു പിന്നെ മരാമര എന്ന് പറയുമ്പോൾ രാമ ആ 2 അക്ഷരം രാമയായി മാറുമല്ലോ. അവർക്ക് രാമ എന്ന് പറയാൻ അതുകൊണ്ട് മരാ എന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പറയുമ്പോൾ മരാമരാമ എന്നാവും.
അതുകൊണ്ട് ഈ 2 ലക്ഷം പറഞ്ഞുകൊണ്ടിരുന്നു. ആര് വരുവോളം? സപ്തർഷികൾ പോയിട്ട് തിരിച്ചു വരുവോളവും ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം അവിടെ തന്നെ ഇരുന്നു ജപിച്ചു, ഏകാഗ്രമാക്കി തന്നെ ഇരുന്നു. നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഹത്യ സഹസ്രയുഗം കഴിവോളവും, 1000 യുഗം കഴിവോളവും അങ്ങനെ തന്നെ ഇരുന്നു. പുറ്റുകൊണ്ടെന്നുടൽ മൂടിച്ച്, ഇതാരോട് പറയുന്നു? വാൽമീകി. ശ്രീരാമഭഗവാൻ എനിക്കും സീതയ്ക്കും വസിക്കാനുള്ളൊരിടം എനിക്ക് തരണം, അവിടെ എവിടാന്ന് അങ്ങനെ പറഞ്ഞ് ഭക്തന്മാരുടെ ഹൃദയത്തിലാണെന്നെല്ലാം പറഞ്ഞു വന്നപ്പോൾ വാൽമീകി ഇങ്ങനെ ആവാനുള്ള കാരണം ശ്രീരാമ മന്ത്രം അത്ര മാഹാത്മ്യമാണ്. ഞാൻ ആ മന്ത്രം സപ്തർഷികൾ പറഞ്ഞതനുസരിച്ച് ഞാനത് ജപിച്ചാണ് ഞാൻ ഇപ്പോൾ ഈ രീതിയിലായത്, വാൽമീകി മഹർഷി ആയത്. ഇത് ഭഗവാനോട് പറഞ്ഞു കൊടുക്കുവാണ്. പണ്ട് ഇദ്ദേഹം ഇങ്ങനെ ദുഷ്കർമ്മം ചെയ്ത ആളായിരുന്നു. സപ്തർഷികൾ വന്നാണ് എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത്. മരാമരാമേതി നിത്യം ജപിച്ചു കൊണ്ടിരുന്നു. സഹസ്രയുഗം കഴിവോളം, ആ മുനിമാർ വരുവോളവും ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നു. അവസാനം പുറ്റായി വന്നപ്പോഴാണ് അവർ വന്നത്. അതാ ഇവിടെ പറയുന്നത്. പണ്ട് ചെയ്ത കാര്യങ്ങളും അന്ന് അനുഭവിച്ച കാര്യങ്ങളും മഹർഷിമാരെ കണ്ട കാര്യങ്ങളും ഒക്കെ ശ്രീരാമനോട് പറയുന്നു. ഈ വാൽമീകി ആയതിനു ശേഷം ആശ്രമത്തിൽ ശ്രീരാമന് സീതയും ലക്ഷ്മണൻ ചെന്നപ്പോൾ അപ്പോൾ പറയുന്നു, പുറ്റുകൊണ്ട് എന്നുടൽ, ഈ വാൽമീകിയുടെ ഉടല് പുറ്റുകൊണ്ട് മൂടിച്ചമഞ്ഞു. പിന്നെ ദേഹം ഉടലങ്ങ് അകത്തായിട്ട് പുറ്റങ്ങ് പുറമേ അങ്ങായി. അത്രത്തോളം വർഷങ്ങൾ ഇരുന്നു പോയില്ലേ. അപ്പോൾ സഹസ്രയുഗം കഴിവോളം ഇരുന്നു. അപ്പോൾ പുറ്റുകൊണ്ട് എന്നുടൽ, ദേഹം മൂടിച്ചമഞ്ഞിതു, മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും. അപ്പോൾ പിന്നെ ബാഹ്യം കാണാൻ പറ്റും. അദ്ദേഹം പുറ്റിനകത്തായ ഈ ലോകങ്ങളൊന്നും തന്നെ ആരെന്താ ഒന്നും പുറമേയുള്ള യാതൊന്നും അറിയില്ല. കാരണം മണ്ണ് കൊണ്ട് കുഴച്ച് ദേഹത്തിനകത്താക്കി മണ്ണ് കുഴച്ച് പുതച്ച് വെച്ചാൽ എങ്ങനെയാ പുറം ലോകമായിട്ട് വല്ല ഇത് അറിയൂ? യാതൊന്നും അറിയില്ല. ഒരു മുറിക്കകത്ത് പൂട്ടിയണക്ക് മുറിക്കകത്ത് പിന്നെ നമുക്ക് ശ്വസിക്കാനൊക്കെ വായു കണിത് ദേഹം മൊത്തവും പുറ്റ, പുറമേ യാതൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ മുറ്റും മറഞ്ഞു, ഈ പുറം എത്രയും മറഞ്ഞു ചമഞ്ഞത് ബാഹ്യവും. ഈ ലോകമാണ് ബാഹ്യം. ഒന്നും തന്നെ അവിടെ എന്തുണ്ടെന്നോ ആര് വന്നെന്നോ ഒന്നും അറിയത്തില്ല. താപസേന്ദ്രന്മാരും അന്ന് എഴുന്നള്ളിനാർ. അങ്ങനെ പുറ്റായി മൊത്തവും നിറഞ്ഞപ്പോൾ ഈ മഹാത്മാക്കൾ അവിടെ വന്നു എഴുന്നള്ളിനാൻ. ഗോപതിമാർ ഉദയം ചെയ്തതുപോലെ, സൂര്യഭഗവാൻ ഉദിച്ചതുപോലെ അത്രമാത്രം പ്രകാശത്തോടുകൂടി ഈ മഹർഷിമാരവിടെ എത്തി. അദ്ദേഹം കാണുമ്പോൾ അങ്ങനെയാ സൂര്യൻ ഉദിച്ചതുപോലെ, അതായത് ഗോപതിമാരുദയം, സൂര്യന്മാർ ഉദയം ചെയ്തതുപോലെ. ഇന്മാർ എന്ന് പറയുന്നത് എന്താ? സൂര്യൻ ഏകനാണ്. പക്ഷേ അവിടെ 7 സപ്തർഷികളുണ്ട്. അപ്പോൾ 7 സൂര്യൻ ഉദിച്ചതുപോലെ, 7 പേർക്കും സൂര്യൻ്റെ പ്രകാശമായി 7 സൂര്യൻ അർത്ഥമുണ്ട്. അതുകൊണ്ട് സൂര്യന്മാർ ഒരു സൂര്യനല്ല, അവിടെ 7 പേരും സൂര്യനാണ്. അപ്പോൾ പിന്നെ ഗോപതിമാരുദയം ചെയ്തതുപോലെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന 7 പേരും പ്രകാശത്തോട് തെളിഞ്ഞ് ഇദ്ദേഹത്തിന് നിഷ്ക്രമിച്ചിടന്ന് ചൊന്നത് കേട്ടു ഞാൻ. നിർഗമിച്ചിരുന്നേൻ ആശു ആകൂതരാൽ, അതായത് പുറ്റിൽ നിന്ന് നിഷ്ക്രമിച്ചിടന്ന് ചൊന്നത് കേട്ട് അവിടുന്ന് ഇദ്ദേഹം ഇങ്ങനെ പുറ്റിനകത്തിരുന്നപ്പോൾ ഈ വാൽമീകിയെ കാണാനായിട്ട് സപ്തർഷികൾ വന്നിട്ട് പറഞ്ഞ് നിഷ്ക്രമിച്ചിടന്ന് ചൊന്ന്. അത് കേട്ടപ്പോൾ നിർഗമിച്ചിടിനെ ആശു, അദ്ദേഹം അതിൽ നിന്ന് ഉണർന്നു. ആകൂതരാൽ പുറ്റിൽ നിന്ന് ഉണർന്നു. വാൽമീക മധ്യതോ നിന്ന് ജനിക്കയാൽ ആ മുനീന്ദ്രന്മാർ അഭിധാനവും ചെയ്താർ. വാൽമീകി അതായത് പുറ്റിനകത്ത് നിന്ന് ഉണർന്ന് ജനിച്ചു വന്നു. പുറ്റിനകത്തിരിക്കുന്ന ആൾ തെളിഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തിന് വാൽമീകി എന്ന് പേര് വന്ന് അങ്ങനെയാണ്. അതുകൊണ്ട് പുറ്റാണ് ഈ വാൽമീക മധ്യതോ, പുറ്റിൻ്റെ മധ്യത്തിൽ നിന്ന് ഇങ്ങനെ ഉണർന്നു വന്നു. പുറ്റ് ചുറ്റിനും ഇരിക്കുകയല്ലേ, ദേഹം മൊത്തവും നിറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ അദ്ദേഹം കണ്ണ് തുറക്കുമ്പോൾ നടുക്ക് മധ്യത്തല്ലേ. അപ്പോൾ അതിൽ നിന്ന് ജനിച്ചത് കൊണ്ട്, പുറ്റിനകത്ത് നിന്ന് വന്നതുകൊണ്ട് വാൽമീകി എന്ന് പേര് വന്നു. വാൽമീക മധ്യതോ, ഈ പുറ്റിൻ്റെ മധ്യത്തിൽ നിന്ന് ജനിക്കയാൽ ആ മുനീന്ദ്രന്മാർ അഭിധാനവും ചെയ്താർ. വാൽമീകിയ മുനിശ്രേഷ്ഠൻ, ഈ മുനി ശ്രേഷ്ഠനാണ്. അത്രമാത്രം ശ്രേഷ്ഠനാണ്. എത്ര സഹസ്രയുഗം അവിടെ അങ്ങനെ തന്നെ ഇരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു സന്യാസിയോ അങ്ങനെ ആരും ഇരുന്നിട്ടുണ്ടോ ഇത്രയും വാൽമീകിയെ പോലെ? അതുകൊണ്ട് ആ വാൽമീകിയുടെ പുറ്റിൻ്റെ നടുക്ക് നിന്ന്, പുറ്റിന് മധ്യത്തിൽ നിന്ന് ജനിച്ച് ഉണർന്ന് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് വാൽമീകിയ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുനാമ്നായ വേദിയായ ബ്രഹ്മജ്ഞനാകനീ. അങ്ങനെ അവരെ അനുഗ്രഹം പറഞ്ഞ എന്താ? ഭവാൻ മുനിശ്രേഷ്ഠനായ ഈ വാൽമീകി ബഹുലാമ്നായ വേദിയായി, അതായത് വേദജ്ഞാനിയായി തീരുക, ബ്രഹ്മജ്ഞനാകനീ അങ്ങനെ പറഞ്ഞു. പിന്നെ എങ്ങനെ ഇതൊക്കെ എഴുതാതിരിക്കും? അങ്ങനെയല്ലയോ സപ്തർഷികൾ അനുഗ്രഹം കൊടുത്തത്? അതുകൊണ്ട് വാൽമീകിയ മുനിശ്രേഷ്ഠൻ ഭവാൻ, അത് വാൽമീകിയായിരിക്കുന്ന മുനിശ്രേഷ്ഠനാകുന്ന അദ്ദേഹം അങ്ങ് അനേകം
ആമ്നായ ഒന്നിലധികം അത്രത്തോളം എന്താ പറയുക, ആമ്നായ വേദജ്ഞാനിയായി ഒരു ബ്രഹ്മജ്ഞനാക എന്ന് അവരനുഗ്രഹം കൊടുത്തു. നീ എന്നരുൾ ചെയ്ത് എഴുന്നള്ളി മുനികളും അന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും. അങ്ങനെ പറഞ്ഞ അനുഗ്രഹം കൊണ്ട് മുനിമാർ പോയി. അന്ന് തൊട്ട് വാൽമീകി ഇങ്ങനെയായി വന്നു. അങ്ങനെയാണ് ഭഗവാനോട് ശ്രീരാമഭവൻ സീതയും ലക്ഷ്മണനൊക്കെ ഇങ്ങനെ വന്ന് അവിടെ അടുത്ത് ചെന്നപ്പോൾ ഇങ്ങനെ വാൽമീകിയുടെ അവസ്ഥ പറഞ്ഞു കൊടുത്തു. ഞാൻ ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ ഈ അവസ്ഥയാവാൻ കാരണം സപ്തർഷികളാണ്. അതാണ് സംസർഗം, സജ്ജന സംസർഗം. മഹാത്മാക്കളുടെ സംസർഗം വന്നാൽ നമ്മുടെ ഏത് പാപവും മാറി അവരെ കൂടെ ചേരുമ്പോൾ നമ്മുടെ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി ആനന്ദം കൈവരും, മോക്ഷസിദ്ധിക്ക് ഇടവരും. അതാണ് ഇവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണ് എല്ലായ്പ്പോഴും എല്ലാവരും പറയുന്നത് നമ്മൾ ദുഷ്ടന്മാരുടെ സംസർഗം ചെയ്യരുത്, സജ്ജന സംസർഗം വേണം. അപ്പോൾ നമുക്ക് ഓരോ വാക്കുകൊണ്ട് തന്നെ എന്നും നമ്മളങ്ങനെ ഒരു വാക്ക് കേൾക്കുമ്പോൾ അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാഹാത്മ്യമായി വരും. അതാ സംസർഗം എന്ന് പറയുന്നത്. അവരുടെ വായിലെ ഓരോ ഭഗവാന്റെ അരുളപ്പാട് പോലെ സംസർഗം വരുമ്പോൾ ആ സജ്ജനത്തിൽ നിന്ന് ഓരോ വാക്കുകൾ അമൃതവർഷണം ആണ് നമുക്ക് കിട്ടുന്നത്. അമൃതമാണ്. ആ അമൃത് കേട്ട് വരുമ്പോൾ നമ്മങ്ങനെ അമൃത് അനുഭവിച്ചൊരു പ്രതീതി ഉണ്ടാകും. അതുകൊണ്ട് അന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനി. അപ്പോൾ ഭഗവാന്റെ നാമത്തിൻ്റെ പ്രഭാവമാണ് ഇങ്ങനെ വാൽമീകി ആയത്. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ എൻ്റെ അച്ഛനും അമ്മയൊക്കെ സന്ധ്യയ്ക്ക് നമ്മൾ അറിഞ്ഞില്ല പോലും, അന്നൊന്നും ഒന്നും അറിഞ്ഞിട്ടല്ല രാമ എന്നൊക്കെ വിളിച്ചും പറഞ്ഞും നാമം ചൊല്ലും. രാമ എന്നുള്ള നാമം പാടുന്നു, രാഘവ മനോഹരമുള്ള പാട്ടൊക്കെ നാമസ്തുതിപ്പളൊക്കെ സന്ധ്യയ്ക്ക് വിളക്കത്തിക്കും ആദ്യമേ തുടങ്ങുന്നതാണ്. ഇതൊന്നും ഞാനൊന്നും അറിഞ്ഞല്ല അന്ന് ചൊല്ലുന്നത്. പക്ഷേ അച്ഛനൊന്നും അന്നങ്ങനെ പറഞ്ഞു തരേണ്ട കാര്യമില്ല. വളരുമ്പോൾ അത് പതുക്കെ വന്നോളും, അർത്ഥങ്ങളൊക്കെ അത് മനസ്സിലാക്കിക്കോളെന്ന് കണ്ടു കാണും. അതുകൊണ്ടാണ് അന്ന് നമുക്ക് അർത്ഥ രാമൻ എന്താണെന്നോ നമ്മൾക്ക് അന്നൊന്നും ആ കാലത്ത് രാമായണമൊന്നും ആ നാട്ടിലില്ല, അറിഞ്ഞുകൂടാ. ഭാഗവതം മാത്രമേ അങ്ങനെ അവിടെ ഉള്ളൂ. അച്ഛനൊക്കെ ഇത് പണ്ട് കുട്ടിനാളിലൊക്കെ ഇത് വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതൊക്കെ അറിയാവുന്നത്, ഈ കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ഇത് രാമായണത്തിൽ നിന്ന് ഉണ്ടായതാണോ എന്നൊന്നും അന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് അന്ന് തുടങ്ങി ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ ഇന്ന് സീതാ സുമിത്ര ആത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിന് അവകാശവും വന്നതെനിക്ക് മുന്നം ചെയ്ത പുണ്യം. അപ്പോൾ പണ്ട് ചെയ്ത പുണ്യം അത്രമാത്രം സഹസ്ര വർഷം യുഗം, അത്രയും നാള് ഭഗവാൻ തന്നെ രാമ എന്നും പറയുന്നൊരു വ്യക്തി ഏത് ലോകത്ത് എവിടെ ആരുണ്ട്. അതുകൊണ്ട് എനിക്കിന്ന് വന്നതെനിക്ക് മുന്നം അന്ന് ചെയ്ത സുഹൃതം കൊണ്ട് പുണ്യം അതുകൊണ്ട് നന്നായി ഫലിച്ചു. കരുണാജലനിധി, സമുദ്രം പോലെ കരുണയുള്ള ഭഗവാനെ ശ്രീരാമ, അന്ന് ഞാൻ ചെയ്ത പുണ്യം ഇത്രയും പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഞാനിന്ന് നേരിട്ട് സീതയും ശ്രീരാമനെയൊക്കെ കാണുവാൻ പറ്റിയത്. രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം. അപ്പോൾ രാജീവലോചനം രാമം ദയാപരനായിരിക്കുന്ന ഈ രാജേന്ദ്രശേഖരനെ രാഘവനെ ചക്ഷുഷ ഇങ്ങനെ കാണാൻ, ചക്ഷു കണ്ണ് ഇങ്ങനെ കാണാൻ കാണായ മൂലം. എന്താ കാണായ മൂലം ഉണ്ട്? കാരണം അതിനുള്ള കാരണം എന്താ? ഭഗവാൻ ഇങ്ങനെ കാണായ മൂലം അത് വിമുക്തനായേനഹം, ഞാൻ അത്രമാത്രം മുക്തനായേനഹം. എന്താ? പണ്ട് ചെയ്ത ഈ ശ്രീരാമ മന്ത്രത്തിൻ്റെ മാഹാത്മ്യം. അതുകൊണ്ട് ത്രാണ നിപുണ ത്രിദശകുലപതേ അങ്ങനെ പ്രാർത്ഥിച്ചു വാൽമീകി. അങ്ങനെ ചിത്രകൂട പ്രവേശം, അങ്ങനെ ചിത്രകൂടത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എവിടെ എനിക്ക് വസിക്കേണ്ടത്. അത് ആണ് ഇനി വാൽമീകി പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഒരു ഭക്തൻ എങ്ങനെയുള്ള ഒരു ഭക്തനാണ് ഹൃദയത്തിലാണ് ഭഗവാന് വസിക്കാനുള്ള. കാരണം ലോകം മൊത്തം പരമാത്മാവിൻ്റെ, അവിടെ പോയി എവിടെ വസിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ വാൽമീകി അവകാശം എന്താ ഉള്ളത്? അതുകൊണ്ട് പറഞ്ഞു എങ്കിലും സീതയോടൊപ്പം വിശേഷണ ചോദിക്കൊണ്ട് ഞാൻ അതിൻ്റെ സ്ഥലം പറഞ്ഞു തരാം. അതാണ് ഭക്തന്മാരുടെ ഹൃദയത്തിൽ, അതാണ് വസിക്കാൻ. അതിൻ്റെ ഉദാഹരണമാണ് ഹനുമാൻ്റെ ഹൃദയം പിളർന്ന ശ്രീരാമനും സീതയും അവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയാണ്, നമ്മുടെ ഹൃദയത്തിലും അത് ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കണം. അതാണ് ഇതിനകത്ത് ഇത് പറഞ്ഞ് പഠിക്കുമ്പോൾ നമ്മളങ്ങനെ ആയിത്തീരാനാണ്. അതിനി ചിത്രകൂട പ്രവേശമാണ്. ഇനി ഭഗവാൻ ശ്രീരാമനെ ചിത്രകൂടത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് വാൽമീകി. അതാണ് നമുക്കിനി വായിക്കാനുള്ളത്. സീതയാ സാർത്ഥം വസിപ്പതിനായി ഒരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ. അതുകൊണ്ട് സീതയോടുകൂടി വസിക്കാൻ വാൽമീകി പറഞ്ഞ് ഞാൻ ഒരു നല്ല സ്ഥലം കാട്ടിത്തരാം. കാരണം ഭക്തന്മാർ വേണം, ഭക്തന്മാരുടെ അടുക്കലാണ് പരമാത്മാവിന് ഇരിക്കാനിടം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സ്ഥലം. അതുകൊണ്ട് പോന്നാലും എന്ന് എഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യ പരിവ്രതന മുനി. അപ്പോൾ എന്താ? പോന്നാലും എൻ്റെ കൂടെ വന്നാലും എൻ്റെ കൂടെ എഴുന്നള്ളി, അതായത് പിന്നെ ശിഷ്യന്മാരാൽ ചുറ്റപ്പെട്ട.
അപ്പോൾ ഈ വാൽമീകിയുടെ ശിഷ്യന്മാരവിടെ ചുറ്റപ്പെട്ട ഒത്തിരി ഭക്തന്മാരുണ്ട്, മുനിമാരുണ്ട്. അങ്ങനെയുള്ള ഇടയ്ക്കാണ് ഭഗവാനെ കൊണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും എന്താ, ഭക്തന്മാർ ഭഗവാനെ അല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാൻ അവരുടെ കൂടെ അവർക്കും കാണുവാനൊരു പുണ്യം ഉണ്ടായി വാൽമീകി മുഖാന്തരം. അപ്പോൾ പറഞ്ഞു, ഞാനതിന് പ്രത്യേക സ്ഥാനം കാണിച്ചു തരാം. എന്താ, എങ്ങനെയാ, പോന്നാലും കാട്ടിത്തരാം, എന്ന് എഴുന്നള്ളിനാൻ എന്നോടൊപ്പം വരൂ, അന്തികേ ചേർന്ന് ഉള്ള എന്നോടൊപ്പം ചേർന്ന ശിഷ്യ പരിവർത്തനാൻ എന്നോടൊപ്പമുള്ള ശിഷ്യന്മാരുണ്ട്. അത് മുനി ചിത്രകൂടാചല ഗംഗയോർ അന്തര ചിത്രമായോരുടജം തീർത്തു മാമുനി തെക്കു വടക്കും കിഴക്കു പടിഞ്ഞാറ് അക്ഷി വിമോഹനമായി 2 ശാലയും നിർമ്മിച്ച് അവിടെ ഇരിക്കുക എന്നരുൾ ചെയ്തു. അതായത് ചിത്രകൂടാചല ഗംഗയോരന്തര, ചിത്രകൂടത്തിലും ഗംഗയ്ക്കും ഇടയ്ക്ക് പർണശാല, അവിടെ ആരാ ഉള്ളേ, ഈ മഹാമുനിയുടെ കൂടെയുള്ള ഒരുപാട് ശിഷ്യന്മാരുണ്ട് വാൽമീകിക്ക്. ആ ഒരു ഇടം, അതാണ് ചിത്രകൂടത്തിനും ഗംഗയ്ക്ക് ഇടയിലായി ശിഷ്യ പരിവൃതന മുനി, അത്രത്തോളം ശിഷ്യന്മാരുണ്ട്. അവരുടെ കൂടെ ചിത്രകൂടാചല ഗംഗ ഒരന്തരാ ചിത്രമായ ഒരു ഉടജം തീർത്തു മാമുനി ഒരു പർണശാല അവിടെ തീർക്കും. അങ്ങനെ മുനി അങ്ങനെ തെക്ക് വടക്കും കിഴക്കു പടിഞ്ഞാറ് അക്ഷി വിമോഹനമായി 2 ശാലയും നിർമ്മിച്ച് അവിടെ ഇരിക്കാൻ അരുൾ ചെയ്തു. അങ്ങനെ അവിടെ ചിത്രകൂടാചലത്തിൽ അവിടെ വസിക്കാം. അവിടെ എൻ്റെ ശിഷ്യന്മാരൊക്കെ ഒരുപാട് മഹർഷിമാർ അവിടെ ഉണ്ട്. നിർമ്മിച്ച് അവിടെ ഇരിക്കാൻ അരുൾ ചെയ്തു. മന്മഥ തുല്യൻ ജനഗജ തന്നോടും സീതയും ശ്രീരാമനും കൂടെ അങ്ങനെ അവിടെ കഴിയാം. നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും, അത്രമാത്രം നിഷ്കളങ്ക നിർമ്മലമായിരിക്കുന്ന മനസ്സോടുകൂടി ആ ലക്ഷ്മണനോടും കൂടി സീതയും ശ്രീരാമനും അവിടെ കഴിയാം. ബ്രഹ്മാത്മനാ മരുവിടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ, കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും വാൽമീകിയാൽ നിത്യപൂജിതനായി. വാൽമീകി എപ്പോഴും സദാസമയവും പരമാത്മാവായ ശ്രീരാമനെ നിത്യം പൂജിച്ചുകൊണ്ട് മറ്റ് ശിഷ്യന്മാരും കൂടി ചേർന്ന്, അത്രമാത്രം മഹർഷിമാരവിടെ ഉണ്ട്, എല്ലാവരും കൂടി ഭഗവാനെ ശ്രീരാമനെ സീതയും മാതാവായും പിതാവായും അവിടെ പൂജിച്ച് നിത്യവും സദാ എപ്പോഴും അങ്ങനെ കഴിയാം. സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദര ആനന്ദം ഉൾക്കൊണ്ടുമേ വിനാൻ. അങ്ങനെ ഭഗവാനും ശ്രീരാമനും സീതയും ലക്ഷ്മണനും ആനന്ദത്തോടുകൂടി അവിടെ കഴിയുന്നു. ദേവമുനിവര സേവിതനായൊരു ദേവരാജൻ ദിവി വാഴുന്നത് പോലെ, ദേവമുനിവരന്മാരെല്ലാം സേവിക്കുന്ന പരമാത്മാവിനെ എങ്ങനെ ദേവരാജൻ ദിവി വാഴുന്നത് പോലെ, ദേവരാജൻ ഇന്ദ്രൻ എങ്ങനെ വാഴുന്ന ദേവരാജൻ അത്ര സന്തോഷവും ആനന്ദവും എല്ലാം ഉൾക്കൊണ്ട് സീതയും ശ്രീരാമനും ലക്ഷ്മണനുമായിട്ട് ചിത്രകൂടാചലത്തിൽ പർണശാല തീർത്ത് ഒരുപാട് മഹർഷിമാരുടെ ഇടയിൽ ഭഗവാനെ നിത്യവും സദാ പൂജിച്ചും കൊണ്ടിരിക്കുന്ന ഒരു ആശ്രമം. എപ്പോഴും സദാ വാൽമീകിയും മറ്റു ശിഷ്യന്മാരും എപ്പോഴും പരമാത്മാവിനെ നിത്യവും ദിവസേന എപ്പോഴും ഭഗവാനെ സ്തുതിച്ചും വാഴ്ത്തി പുകഴ്ത്തിയും പൂജിച്ചും കൊണ്ടിരുന്നു. അത്ര ആനന്ദമാക്കി അത് അയോധ്യയിൽ കിട്ടുമോ ഈ ആനന്ദം? ഭഗവാന് എന്താ കാരണം? ഭഗവാന്റെ ഈശ്വരനായത്, ഭഗവാൻ പരമാത്മാവായതുകൊണ്ട്. കാരണം സാധാരണ ആൾക്കാരുടെ ഇടയ്ക്ക് കഴിയാനുള്ളതാണോ ഈ ശ്രീരാമൻ? അപ്പോൾ ഭക്തന്മാരുടെ ഇടയിൽ വേണം. ഭക്തൻ എന്നിലും ഞാൻ ഭക്തനിലും, അതാണ് കൃഷ്ണൻ പറയുന്നത്. ഒരു ഭക്തൻ, പരമാത്മാവായ ശ്രീകൃഷ്ണൻ പറയുന്നു, ഭക്തൻ എന്നിലും, അതായത് കൃഷ്ണനിലും, പരമാത്മാവായ ശ്രീകൃഷ്ണനിൽ ഭക്തനിലും. അതായത് കർത്താവായ യേശു തമ്പുരാൻ പറയുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും തത്വമസിയാവണം. അങ്ങനെ ആകുന്നവർക്ക് സന്തോഷം ഉണ്ടാവും, എപ്പോഴും ആനന്ദമുണ്ടാകും. അവർക്ക് പനി വന്നാലെന്താ, അവർക്ക് മറ്റെന്ത് വിഷയമായാലെന്താ, അവർക്ക് ശരീരത്തെ നോട്ടമേ ഇല്ല. എന്താ കാരണം? ശരീരമല്ല, ഇതൊക്കെ നിത്യമല്ല ഈ ശരീരം. ഉള്ളിലൊരു പരമാത്മാവുണ്ട്, തത്വമസി. ആ ഉള്ളിലിരിക്കുന്ന പരമാത്മാവ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കും, നമ്മളങ്ങനെ ചെയ്യും. എന്താ കാരണം? സർവ്വതും പരമാത്മാവെന്ന് കണ്ട് ആനന്ദിക്കണം. ഇവിടെ ഈശ്വരനെ അവിടെ എല്ലാവരും ദിവസേന നിത്യവും പൂജിച്ചും നമിച്ചും സ്തുതിച്ചും വാഴ്ത്തിയും അത്ര ആനന്ദത്തിൽ ആ മഹർഷിമാർക്കും സംഭവം. കാരണം ഭഗവാൻ കൂടെ ഉണ്ടല്ലോ, കണ്ടുകൊണ്ടിരിക്കാമല്ലോ സീതയും ശ്രീരാമനെയും ലക്ഷ്മണനെയും. അപ്പം അങ്ങനെ സന്തോഷകരമായി ദേവമുനിവര സേവിതനായ ദേവമുനികളെല്ലാം സേവിക്കുന്ന പരമാത്മാവിനെ വാൽമീകിയും അവിടെയുള്ള മറ്റു മഹർഷിമാരെല്ലാം ഭഗവാനെ സേവിക്കുന്നു. ഭഗവാന്റെ ദാസനായി വാൽമീകിയും മറ്റ് ശിഷ്യന്മാരെല്ലാം ഭഗവാനെ സേവിച്ചുകൊണ്ട് അവിടെ ഭഗവാൻ എങ്ങനെ കഴിയുന്നു? ദേവരാജൻ ദിവി വാഴുന്നത് പോലെ കഴിയുന്നു. അത്രമാത്രം നമുക്ക് ചിന്തിക്കണം. നമുക്ക് അതാണ് സുഹൃതം. ഈ ലോകത്തിൽ യാതൊന്നും തന്നെ ആനന്ദമില്ല. ഭഗവാനെ തന്നെ ശരണം, അതാണ് നമുക്ക് ആനന്ദം. അത് അങ്ങനെ ഒരു നമ്മൾ തത്വമസിയായി മാറുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകും. നമ്മൾ ശബരിമല തന്നെ പോകുന്നു, തത്വമസി ആയി അവിടെ ചെന്ന് അത് നീ ആകുന്നു എന്ന് നമ്മൾ ആവണം.
തത്വമസി പറഞ്ഞാൽ എന്താ? പരമാത്മാവ് നമ്മൾ വസിക്കുകയാണ്. അതാണ് നമ്മൾ തത്വമസി. ആ ചൈതന്യം ഭഗവാന്റെ ആ ഏകാത്മാവായിരിക്കുന്ന ഈശ്വരൻ ഏകനാണ്. അത് എല്ലാവരിലും ഉണ്ട്. അത് നമ്മൾ തെളിയിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തത്വമസി ആയി മാറും. എല്ലാവരിലും ഉണ്ട്, പക്ഷേ അത് തെളിയുന്നില്ല. അത് കറപിടിച്ചിരിക്കുന്നു, മാലിന്യം നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രകാശം ഉണ്ടാകുന്നില്ല. പ്രകാശിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ ആയിത്തീരുമ്പോഴാണ്. അത് നമ്മൾ അങ്ങനെ സജ്ജന സംസർഗം കൊണ്ട് അങ്ങനെ ആയിത്തീരണം. അത് ഇതുപോലെ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചും വായിച്ചും അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകും. അപ്പോൾ ഈ കാണായ ലോകത്തിലുള്ള ഈ ബാഹ്യമായതെല്ലാം നമുക്ക് ചപ്പും ചവറുമാണ്. അതിൽ ആനന്ദം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തള്ളിക്കളയണമെന്നല്ല. അത് നമ്മുടെ ജീവിതത്തിന്, ശരീരത്തിനെല്ലാം ആവശ്യമാണ്. അത് ശരീരത്തിനാണ് ആവശ്യം. ആത്മാവിന് ആവശ്യം എന്താണ്? പരമാത്മാവിനെയാണ് ആവശ്യം. അത് നമ്മൾ ആയിത്തീരുമ്പോൾ ആനന്ദം ഉള്ളിലും വരും, പുറമേ നമുക്ക് ലോകത്ത് ശരീരത്തിന് എന്താ വീട് വേണം, എല്ലാം വേണം. അതിനകത്ത് നമുക്ക് ആനന്ദം ഉണ്ടാകും. ആനന്ദം ഉണർത്ത് മാത്രമേ നമ്മുടെ ഹൃദയം അത്രമാത്രം ആനന്ദിക്കാൻ പറ്റൂ. അത് ഈശ്വരൻ തന്നെയാണ്. നമ്മൾ തത്വമസി ആകുമ്പോൾ മാത്രമേ നമുക്ക് ആനന്ദിക്കാൻ പറ്റൂ. അതുകൊണ്ട് നമുക്ക് സന്തോഷം, ഒരു പനി വന്നാലോ ഒരു അസുഖം വന്നാലോ എന്ത് തീരാവ്യാധി വന്നാലോ നമുക്ക് ആനന്ദിക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആര് വസിക്കണം? ഈശ്വരൻ വസിക്കണം. ഞാൻ പിതാവിലും പിതാവ് എന്നിലും. കൃഷ്ണൻ ഭഗവാൻ നാരായണൻ പറയുന്നു, ഒരു ഭക്തൻ എന്നിലും ഞാൻ ഭക്തനിലുമാണെന്ന്. അതിൽ പരമന് എന്താണ് വേണ്ടത്? അതുപോലെ നമുക്ക് ആനന്ദിക്കാൻ. അങ്ങനെ ആയിത്തീരുമ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും സുഖിക്കാം, ആനന്ദിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.